അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ മക്കളുടെ സ്വഭാവം എങ്ങനെ നന്നാക്കാം എന്നതിനെക്കുറിച്ചാണ്. ഇന്ന് മിക്ക മാതാപിതാക്കളും വളരെ പേടിയോടും ആധിയോടെയുമാണ് ജീവിക്കുന്നത്. നമ്മുടെ മക്കൾ വല്ല ചീത്ത കൂട്ടുകെട്ടുകളിലും ചെന്ന് വീഴുമോ, ലഹരിക്കടിമപ്പെടുമോ, പഠിത്തത്തിൽ തീരെ ശ്രദ്ധക്കുറവ്, അച്ചടക്കമില്ലായ്മ, ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുമോ എന്ന ചിന്തയാണ് നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ദാരിദ്ര്യത്തിൽ നിന്നുകൊണ്ടാണെങ്കിലും മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാനും അവർക്ക് ഒരു ജോലി നേടിക്കൊടുക്കുവാനും രക്ഷിതാക്കൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് ഇന്നത്തെ മക്കൾക്കില്ല. ഇങ്ങനെയുള്ള മക്കളുടെ സ്വഭാവം നന്നാവാൻ, മക്കൾ സ്വാലിഹീങ്ങളാവാൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫതഹിൻ്റെ അവസാനത്തെ ആയത്തായ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് സുബ്ഹി നമസ്കാര ശേഷം 7 തവണ മക്കൾക്ക് വേണ്ടി ഓതുക. ശേഷം യാ ഹാദി എന്ന അള്ളാഹുവിൻ്റെ നാമം 100 തവണ ചൊല്ലുക. ഇങ്ങനെ 21 ദിവസം പതിവാക്കുക. എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. മക്കളുടെ സ്വഭാവം നന്നാകുന്നതാണ്. കാരുണ്യവാനായ റബ്ബ് നമ്മുടെ എല്ലാവരുടെയും മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. ആമീൻ.